ലോകത്തിന്റെ ഇന്നത്തെ സാഹചര്യം, അറബ് ലോകത്ത് രാഷ്ട്രീയ ചർച്ചകളില്ല, ഉദ്യാനതയുടെ ചർച്ചകളില്ല, ഒന്നുമില്ല. ആകെയുള്ള കളി, ആകെയുള്ള ചർച്ച ഖുറത്തുൽ ഖദം, ഫുട്ബോൾ. അതല്ലാത്തൊരു അർത്ഥമില്ല. മറഡോണയെ ലോകം ആദരിക്കുന്നതിന്റെ മേലെയാണ് മാജിദ് അബ്ദുള്ളയെ സൗദികൾ ആദരിക്കുന്നത്. ഉദാഹരണം പറയാണ്, എനിക്ക് അയാളോടൊന്നും ദേഷ്യമല്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇത് തന്നെ, കളി ഇത് തന്നെ ചർച്ച, മറ്റൊന്നുമില്ല. സാമൂഹിക ഉദ്യാനതല്ല, രാഷ്ട്രീയ ഉദ്യാനതയെ കുറിച്ച് ചർച്ചയില്ല, മറ്റൊരു ചർച്ചയില്ല, ഒന്നുമില്ല. കളിയല്ലാത്തൊരു വിഷയമല്ല, കളി മാത്രം. ഇങ്ങനത്തെ ഒരു കാലഘട്ടം വരും. ഇതായിരിക്കും ഇത് ലോകത്താകെ വ്യാപിക്കും. ഇതാണ് ഫിത്നയുടെ മറ്റൊരു തുടക്കം. ഇതൊക്കെ വ്യാപിക്കുന്ന സമയത്താണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷമാവുക എന്ന് നിങ്ങൾക്കറിയാലോ. ഏകദേശം സാഹചര്യങ്ങളൊക്കെ നാളെ വരുമെന്ന് ഞാൻ പറയണില്ല. ഏതായാലും ഇതിൻ്റെ മൂർധന്യാവസ്ഥയായിരിക്കാം ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യക്ഷം എന്നാണ് ഈ പറഞ്ഞത്. എൻ്റെ വക ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എവിടെ ഉണ്ടെന്ന് വെച്ചാൽ കിതാബ് ഞാൻ അങ്ങനെ കാണിച്ചു തരും. ഒന്നും ഞാൻ എൻ്റെ വക പറഞ്ഞിട്ടില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി ആരാണ് ഇമാം മഹ്ദി? അൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹ ഖാലത് ഖാല റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അൽ മഹ്ദിയു മിൻ അത്രതി വമിൻ ഔലാദി ഫാത്തിമ. മഹ്ദി എൻ്റെ കുടുംബമാണ് എന്ന് മുഹമ്മദ് നബി. ഇവിടെ ചില ആളുകൾക്ക് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു വാദം ഉണ്ടായിരുന്നു, റസൂലുള്ളാഹിന്റെ കുടുംബം ഗർബയിലെ. ഇത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസാണ്, ശ്രദ്ധിക്കണം. അബൂദാവൂദ്, ഇമാം മുസ്ലിം അടക്കം എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂദാവൂദ് ഈ ഹദീസ് അബൂദാവൂദ് രേഖപ്പെടുത്തിയതാ. അബൂദാവൂദ് മഹ്ദിയെ കുറിച്ച് ഇമാം മുസ്ലിം വേറെ ഹദീസ് ഞാൻ പറഞ്ഞുതരാം. ഇത് അബൂദാവൂദ് രേഖപ്പെടുത്തിയതാ. അൽ മഹ്ദിയു മിൻ അത്രതി വമിൻ ഔലാദി ഫാത്തിമ. ഇമാം മഹ്ദി ഹദീസ് ഇമാം അബൂദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു മാജ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാക്കിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ മഹ്ദിയു മിൻ അത്രതി, മഹ്ദി എൻ്റെ കുടുംബമാകുന്നു. ഹബീബാ റസൂലുള്ളാഹിന്റെ കുടുംബത്തെ ആദരിക്കുന്നവർ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഉറക്കെ പറയും, അല്ലാഹു നമ്മെ തൗഫീഖ് ചെയ്യട്ടെ, ആദരിക്കട്ടെ. ആ ഭാഗത്തേക്ക് ഞാൻ പിന്നെ വരാം. അതിവിടെ ഇടയിൽ വരുന്ന ഒരു വിഷയമുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ കുടുംബം ഗർബലയിലെ മരിച്ചു പോയിട്ടുണ്ട്. എൻ്റെ സുബ്ഹാനല്ലാഹ്, ഇതിനേക്കാളും വലിയൊരു വിഡ്ഢിത്തം മനുഷ്യലോകം പറഞ്ഞിട്ടില്ല. ഹബീബാ റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലം തളില്ലു മാ തമസക്തും ബിഹിമാ. കിതാബുല്ലാഹ് എന്ന് പറയാൻ എളുപ്പമുണ്ട്. രണ്ട് റിവായത്തുണ്ട്. ഒരു റിവായത്ത് കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി, ഒരു റിവായത്ത് കിതാബുല്ലാഹി വഇത്രതി. ഞാൻ നിങ്ങളിൽ രണ്ടു കാര്യം ഉപേക്ഷിച്ചിട്ട് പോകുന്നു, അത് നിങ്ങളുടെ എക്കാലത്തെയും തുണയാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഭാഗത്തേക്ക് ഞാൻ വരാം. വലിയൊരു വിഷയം അവിടെ പറയേണ്ടത്, കുറച്ച് ഭാഗം കഴിഞ്ഞിട്ട് പറയാം. ആരാ രണ്ട് കാര്യം? ഒന്ന് കിതാബുല്ലാഹി ഖുർആനാണ്, രണ്ട് സുന്നത്തു റസൂലിഹി ഹബീബിന്റെ സുന്നത്തുമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു റിവായത്തോ കിതാബുല്ലാഹി വഇത്രതി. ഒന്ന് ഖുർആനുമാണ്, ഒന്ന് എൻ്റെ കുടുംബമാണ് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, അവരോട് അസൂയ വെച്ചിട്ട് കാര്യമില്ല, അവരെ ആദരിക്കല്ലാതെ നിർവാഹമില്ല, ദീനുണ്ടാവില്ല. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരും ഇൻഷാ അല്ലാഹ്. അടുത്ത വർഷം സൗകര്യപ്പെട്ടാൽ അഹ്ലുൽ ബൈത്ത് എന്നതൊരു വിഷയമാക്കി തന്നെ പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കൊല്ലന് സമയമില്ലാത്തത് കൊണ്ടാണ് ആ ഭാഗം ഓടിച്ചു പോകാൻ ബറക്കത്തിന് വേണ്ടി. ഏതായാലും നോക്കൂ നിങ്ങൾ, അവസാനത്തെ നവോത്ഥാന നായകൻ വരെ മിൻ ഇത്രത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയുടെ ചോരയായിരിക്കും. മുഹമ്മദ് നബിയുടെ ചോര ഭൂമിയിൽ നിലനിന്നാൽ പിന്നെ വേറെ ആർക്കാ നേതാവാകാൻ അർഹതയുള്ളത്? അത് ആ കുടുംബത്തിന് മാത്രമാണ്. അത് മുറിയാത്ത കുടുംബമാണ്. അതുകൊണ്ടാണ് ഇന്ന അഅതൈനാകൽ കൗസർ. എന്താർത്ഥം? ഇന്ന അഅതൈനാകൽ കൗസർ, ഇന്ന അഅതൈനാകൽ കൗസർ. ഹൗദുൽ കൗസർ ഒന്നും അല്ലാഹ് പറഞ്ഞിട്ടില്ല. അല്ലാഹ് പറഞ്ഞത് കൗസർ എന്നാ പറഞ്ഞത്. കൗസറിന് ഒരുപാട് അർത്ഥമുണ്ട്. ഹൗദുൽ കൗസർ എന്ന അർത്ഥമുണ്ട്, നഹറുൽ കൗസർ എന്ന അർത്ഥമുണ്ട്. മറ്റൊരർത്ഥം ഔലാദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. എൻ്റെ വകയല്ല, തഫ്സീറുൽ കബീർ റാസി എടുത്തു നോക്ക്. ഇന്നാ അഅതൈനാകൽ കൗസർ, ഒരിക്കലും തീരാത്ത ഒരു കുടുംബം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. എണ്ണം കൂടിയ കുടുംബം, അതാണ് കൗസർ എന്ന് പറയുന്നത്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നോക്ക്, ഒരൊറ്റ വാക്കാ കൂട്ടത്തിൽ പറയാ, എപ്പോഴാ ഈ സൂറത്ത് ഇറങ്ങിയത്? ഈ സൂറത്ത് ഇറങ്ങിയത് ഹബീബായ റസൂലുള്ളാഹിന്റെ രണ്ടാമത്തെ മകനായ അബ്ദുള്ള മരിച്ച സമയത്താവുന്നു. അബ്ദുള്ള മരിച്ചപ്പോൾ റളിയല്ലാഹു അൻഹു നാടാകെ ഖുറൈശികൾ പാഞ്ഞാടുന്നു. മുഹമ്മദിന്റെ കഥ കഴിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബം തീർന്നു. അതിന് മറുപടി ആണ് എന്ത്? ഇന്നാ അതൈനാകൽ കൗസർ. ഒരിക്കലും തീരാത്ത കുടുംബം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇമാം റാസി തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്, വൽ മുറാദു ബിൽ കൗസരി ഐത്രത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ വകയല്ല. തഫ്സീർ കബീർ എടുത്ത് നോക്ക്. എല്ലാം തീരും. തീരാത്ത തലമുറ മുഹമ്മദ് നബി. എല്ലാം നേതാക്കളായി വന്നവരൊക്കെ അതുകൊണ്ടാണ് ലികുല്ലി വലില്ലഹു ഖദമു വ ഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി. ഒരാൾ വലിയാകണമെങ്കിൽ ഒരു അടിത്തറ വേണം, ഒരു നുബുവത്തിന്റെ അടിത്തറ വേണമെന്ന് മഹാനായ അഷ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മിൻ ഇത്രത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബിയുടെ മോനാണ്, സുല്ലാന്റെ മോനാണ്. സുല്ലാന്റെ പേരക്കുട്ടിയാ ആര്? ഷാഫ്. അങ്ങനെയല്ലേ? അതല്ലേ മഹാനായ ഇമാം ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ലികുല്ലി വലില്ലഹു ഖദമു വ ഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി. ഒരാൾ വലിയാകണമെങ്കിൽ നുബുവത്തിന്റെ തറ വേണം, നുബുവത്തിന്റെ അടിത്തറ വേണം. എൻ്റെ വിലായത്തിന്റെ അടിത്തറ എൻ്റെ ഉപ്പയായ മുഹമ്മദ് നബിയുടെ കാലാണ്. മുഹമ്മദ് നബിയിലാണ് ഞാൻ നിന്നിട്ടുള്ളതാണ് മഹാനായ അഷ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. നമുക്ക് ദേഷ്യണ്ടായിട്ട് കാര്യമല്ല. അതുകൊണ്ടല്ലേ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എന്നിൽ കാണുന്ന കുറ്റം ഞാൻ അഹ്ലു ബൈത്തിനെ പ്രേമിച്ചു എന്നതാണെങ്കിൽ ഫദാലിക ദംബുൻ ലസ്തു അൻഹു അതൂബു. ഒരിക്കലും ഞാൻ ആ കുറ്റത്തെ തൊട്ട് തൗബ ചെയ്യുകയില്ല എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്നിൽ കാണുന്ന കുറ്റം ഞാൻ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചതാണെങ്കിൽ ഞാൻ ഒഴിവാക്കൂല എന്നാ പറഞ്ഞത്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ നവോത്ഥാന നായകന്മാർ അഹ്ലു ബൈത്തിനെ പിടിച്ചോളി മനുഷ്യന്മാരെ. അഹ്ലു ബൈത്തിനെ ഒഴിവാക്കണവർക്ക് സമൂഹ നേതൃത്വം ഉണ്ടാവില്ല. അഹ്ലു ബൈത്തിനെ കിട്ടിയവർ വല്ലാതെ കിട്ടിയവരാണ്. അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. ഉറക്കട് പറയും മനുഷ്യന്മാരെ, ആമീൻ മെല്ലെ പറഞ്ഞാൽ അഹ്ലു ബൈത്തിൻ്റെ ഒപ്പം കൂടിയിട്ടില്ല എന്നാണ് അതിൻ്റെ മേനാന്ന് ഞാൻ മനസ്സിലാക്കും. ബാക്കിയുള്ളവർക്കൊക്കെ ചിലപ്പം വന്ന് പെട്ടുപോയോ എന്നൊക്കെ ഉണ്ടാവാം, അങ്ങനത്തെ ഉണ്ടാകാം. അഹ്ലു ബൈത്തിനെ കയ്യിൽ കിട്ടാത്തവരൊക്കെ പെട്ടുപോയവർ തന്നെ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ശ്രദ്ധിക്കാൻ മറ്റൊരു ഹദീസ് വിശദീകരിക്കണില്ല. അൻ അബീ സഈദിൽ ഖുദ്രി ഖാല ഖാല റസൂലുള്ളാഹി ലാ തഖൂമു സ്സാഅ. ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല ഹത്താ തുംലഅൽ അർളു ളുൽമൻ വഉദ്വാനാ. ഭൂമിയിൽ അക്രമവും ശത്രുതയും നിറക്കപ്പെടുന്നതുവരെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. എന്നിട്ടോ പിന്നെ എൻ്റെ അഹ്ലു ബൈത്തിൽ നിന്ന് പുറപ്പെടും മൻ ഒരാൾ ഭൂമിയിൽ നീതി നിറക്കുന്ന ഒരാൾ എൻ്റെ തലമുറയിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ആദ്യം ഭൂമിയിലാകെ തിന്മയും അക്രമവും വ്യാപിക്കും. പിന്നെ നീതി നിറക്കുന്ന ഒരാൾ എൻ്റെ തലമുറയിൽ, എൻ്റെ സമുദായത്തിൽ,